അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ റോബ്ലോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ റോബ്ലോക്സ് സ്ട്രീമിൻ്റെ എഡിറ്ററാണ്. അവൻ്റെ റോബ്ലോക്സിൽ കോപ്പിറൈറ്റ് കാരണം അപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്നത് ഗൈസ്, അവൻ്റെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനാണ് റോബ്ലോക്സ് സ്ട്രീം എന്ന് ആലോചിക്ക് എന്ന് വെച്ചാൽ ബ്രേക്കൺ കണ്ട. അപ്പോൾ അവിടെ പിക്സൽ പെർഫെക്റ്റ് ഓജി ആയിരുന്നു ഞാൻ. അപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇനിയിപ്പോൾ ഗെയിമിൽ കയറിയിട്ട് ഹോപ്പപ്പ് ചെയ്യാം. ഗെയിമിൽ കയറുമ്പോൾ ഷവർമ ഗെയിമിൽ കയറിയിട്ട് ഇതാവും. അപ്പോൾ ഇവിടെ ഒരു സംഭവം സംഭവിച്ചായിരുന്നു. ഞാൻ ആദ്യം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി പോയി, അങ്ങനെ ഒരു ചെറിയ സീനുണ്ടായി. അങ്ങനെ വേറെ ഏതോ സ്ഥലത്ത് പോയി. അപ്പോൾ സ്കിന്നുമായിട്ടാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് നോർമലാക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കാം. അല്ലെങ്കിൽ നോർമൽ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കുക ഞാനാണ് റോബ്ലോക്സ് സ്ട്രീം എന്ന്. എനിക്ക് ഫുൾ കോൺവെർസേഷൻ അറിയാം. റോബ്ലോക്സ് സ്ട്രീമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഗൈസ്. ഇതെന്താണ്? നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ തല മുട്ട, ഇവൻ്റെ തല എന്ത് ഗൈസ് മുട്ട എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ സ്കിന്ന് കാണാനില്ലായിരുന്നു. പിക്സൽ പെർഫെക്റ്റ് ഓജിയാണ് ഞാൻ. അപ്പം ഞാൻ ഡബ് ചെയ്യുവാണ് ഇപ്പോൾ. എൻ്റെ തലമുടി കാണില്ലായിരുന്നു. ഭയങ്കര ഫണ്ണിയായിരുന്നു. ഞാൻ കോൺവെർസേഷൻ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യം ചെന്ന് ഇവിടെ കയറി പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതെന്തോ ഞാൻ പറഞ്ഞു എടാ വന്ന് നോക്ക്, ടി വി നോക്ക് എന്ന് പറഞ്ഞ് അവൻ ഇത് ഗ്രില്ല് ഓണാക്കി. ഞാൻ ചെന്ന് പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കി. അവൻ ഓഫായി കിടന്ന്. അപ്പം ഞാൻ വീണ്ടും ഓഫാക്കി. അങ്ങനെ അവിടെ കളിക്കുകയായിരുന്നു നമ്മൾ. അങ്ങനെ ഇത്തിരി ആയിട്ട് നമ്മൾ ആദ്യത്തെ കസ്റ്റമർ വരാനായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ അങ്ങനെ ഇവനാണെങ്കിൽ നമ്മൾ റോബ്ലോക്സ് സ്ട്രീം വേണ്ട, ഇവ ഒരു പണിയെടുക്കണില്ലായിരുന്നു. ഞാൻ ഇവൻ്റെ കൂടെ കുറേ പറഞ്ഞു. എന്നിട്ട് അവൻ ടി വിയും കണ്ടുകൊണ്ടിരിക്കണം, ഞാൻ ഇത് ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ CCTV ക്യാമറ, ഇവൻ CCTV ക്യാമറ നോക്കി. ഇവനെ സീനൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ പണിയെടുക്കണം, ഇവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. അപ്പം അത്രയൊക്കെ അങ്ങനെ കയറി നേരെ ചെന്ന് ഇത് അവൻ മീറ്റ് എടുക്കാൻ നോക്കി. ആദ്യമായിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. മീറ്റ് എടുത്ത് നേരെ വന്ന് മീറ്റ് എടുത്ത് ഞാൻ എല്ലാം ചെയ്യുവാണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ എല്ലാം ആഡ് ചീസ് എല്ലാം ചെയ്തു. അവൻ മീറ്റ് വെച്ചിട്ടുണ്ട്. മീറ്റ് വെച്ച് അവൻ പുട്ടും ചെയ്ത് എന്നിട്ട് അവൻ എൻ്റെ കൂടെ പറയണം റോൾ ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ അവൻ ആ മീറ്റ് മാത്രമാണ് ചെയ്തത്, വേറൊന്നും ചെയ്തില്ല അവൻ. ഞാൻ തന്നെ റോൾ ചെയ്ത് കൊടുത്തു. ഞാൻ റോൾ ചെയ്ത് പിന്നെ നമ്മൾ കൺഫ്യൂസായി. ഇവന് നമ്മൾ കണ്ട് കൊടുത്തു കേട്ടാ. ഞാനാണ് റോൾ ചെയ്തത്. അവൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റോൾ ചെയ്ത് കൊടുത്തിട്ട് അവൻ വീണ്ടും ഇതെന്തൊരു പറ്റിയെന്നാണ് നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് നമ്മളെ പിന്നെ ആക്കി ഇതെന്ത് പോവാത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ബാക്കിലോട്ട് നമുക്ക് ഇറങ്ങി നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. എടാ നമുക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ വല്ല സീനുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് നോക്കിയതാ അവ അവിടെ തന്നെ നിൽക്കുന്നു, ഒരു ഇതുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ വിന്നി ഒരെണ്ണം കൂടെ ചോദിച്ചെന്ന്. ഞാനല്ല പറഞ്ഞത്, അവനാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ കയറി. നമ്മൾ തിരിച്ചു പോകാം, കടയിൽ കയറി നമുക്ക് കൊടുക്കാമെന്ന്. പിന്നെ ഈ കസ്റ്റമറിന് നമ്മൾ കൊടുത്ത സീനേ ഉള്ളൂ. അപ്പോൾ അനോമലി ഒന്നും സംഭവിച്ചില്ല. നമ്മൾ നേരെ ചെല്ലാൻ നമുക്കൊരു അടിപൊളി അനോമലി ഉണ്ട്, അവിടെ ചെല്ലാൻ നമുക്ക്. പക്ഷെ അങ്ങനെ നമ്മൾ നോർമലായിട്ട് നമ്മളെ ആൾക്കാർക്ക് ഇത് കൊടുക്കുമായിരുന്നു. നോർമലായിട്ട് നമ്മളെ ആൾക്കാർക്ക് ഇത് വിൽക്കായിരുന്നു, നമ്മൾ ഷവർമ വിൽക്കായിരുന്നു. അപ്പോഴാണ് ഒരു സംഭവം സംഭവിച്ചത്. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ നമ്മൾ ഈ ആളെ സെർവ് ചെയ്ത് കൊടുത്തിട്ടൊരു സംഭവം സംഭവിച്ചു. ഇപ്പം നോക്കിക്കോ, നിങ്ങൾ തന്നെ നോക്കിക്കോ, ഞാൻ സ്കിപ്പ് അടിക്കണില്ല, നിങ്ങൾ തന്നെ കണ്ടോ. ഇവൻ അത് കൊടുത്ത് ഞാൻ അത് കാണണില്ല, ഈ ഒരു സംഭവം കാണണില്ല. അപ്പം ഞാൻ ഇവിടെ നിൽക്കണ്, ഓരോ പണി കളിയാണ്. അപ്പോഴാണ് വെച്ചാൽ അനോമലി. അതെന്താ അനോമലി ആയെന്ന് എനിക്ക് മനസ്സിലായില്ലേ. അവൻ പറഞ്ഞ് അവിടെ കണ്ടോണ്ട് ആരോ എന്തോരം ചെയ്തെന്ന് അവൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു അനോമലി ആണെന്ന് എനിക്ക് തോന്നിയില്ല. അവന് ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അനോമലി ആയിരുന്നു.
പിന്നെ വന്ന അനോമലി ആയിരുന്നു അനോമലി. നിങ്ങൾ നോക്കിക്കോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും നോർമൽ കസ്റ്റമർ അല്ലേ വന്നത്, പക്ഷേ ഞാൻ അവിടെ കളന്ന് കൂവായിരുന്നു, അനോമലിടാ അനോമലിടാ, എടാ കഥ വിടാ കഥ വിടാ. അപ്പോൾ അവൻ പറയാം എന്തിന് ഷട്ടർ ഓഫ് ചെയ്ത നോക്ക്. ഞാൻ പറഞ്ഞു അങ്ങേരെ മോന്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എടാ തുറ ഞാൻ എടാ അവൻ അങ്ങനെ നല്ലതായിരിക്കും എന്ന് ഇവൻ പറഞ്ഞേ. അവൻ CCTV ക്യാമറയിൽ നോക്കിയപ്പോൾ ഒരു അനോമലി ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഈ ഗേറ്റ് തുറന്ന് നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവൻ ഗേറ്റ് തുറന്നപ്പോഴും ഈ CCTV നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പ് കാണാമായിരുന്നു. നോക്കിയോണേ ഇവിടെ പറയാ എങ്ങനെ മോന്തടന്ന് എന്താ ഇങ്ങനെ പെട്ടെന്ന് എന്തിനാന്ന് എനിക്കറിയാം. അപ്പം അവൻ ക്ലോസ് ചെയ്ത് എന്തിനാ അനോമലി ഉണ്ടറാ എന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങി നോക്കാം. അവൻ പോണില്ലേ നമുക്ക് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇറങ്ങി ഇല്ല അപ്പം ഞാൻ ഇറങ്ങാം വാ ഇറങ്ങി നോക്കാം. എന്തോ പോകാത്തെന്ന് ചെന്ന് നമ്മൾ ചോദിച്ചു കേട്ടാ. പക്ഷെ അവൻ ഒരിതും ഇല്ല. അങ്ങനെ നമ്മളിങ്ങനെ പോയി നോക്കിയൊന്ന് ഗൈസ് നിങ്ങൾ അങ്ങനെ മോന്തോ. ഞാൻ നേരെ പോയി എടാ എന്തോ കൊച്ചെടുക്കടാ എന്നൊക്കെ പറഞ്ഞ് അവൻ പോവില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഈ ഷട്ടർ തുറന്ന് കയറി. പിന്നെ സംഭവിച്ചത് നിങ്ങൾ കാണും. അങ്ങനെ പെട്ടെന്ന് ഞാൻ ബേക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഞാൻ റോബ്ലോക്സ് സ്ട്രീമിനോട് കുറേ പറഞ്ഞു അവൻ്റെ കണ്ണി നോക്കില്ല അല്ല അവൻ കണ്ണി നോക്കിയില്ല. ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്ത്. ഇവൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി തരില്ലേ, നീ തന്നെ ഉണ്ടാക്കടാ. അപ്പം ഞാൻ പറഞ്ഞു എടാ ബാക്കിൽ കൂടെ വരണ്ടാ ഞാൻ കൊടുത്ത്. അവൻ പറഞ്ഞു അവൻ എങ്ങോട്ട് പോയതായിരിക്കും. ഞാൻ പെട്ടെന്ന് CCTV ക്യാമറ നോക്കിയപ്പോൾ വന്ന് ഇവക്കിടത്ത് പറഞ്ഞ് ഇവിടെ എന്തുകൂടാ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ കാര്യം ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ കയറാൻ നിന്നതും ഞാൻ ചെന്ന് ഇവന് കൊക്കോകോള വേണോ പെപ്സി വേണോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് തുറന്ന് അവന് പെപ്സി എടുത്തിട്ട് അവന് കൊടുക്കാമെന്ന് ചെന്നതും ഇതാണ് സംഭവിച്ചത്. ഖത്തം. അവനും പോയി ഞാനും പോയി. നമ്മൾ രണ്ടുപേരും എവിടെ പോയി. ഞാനായിരുന്നത്. അവർ രണ്ടുപേരും ഞാൻ പറഞ്ഞ് നീ ഇറങ്ങിപ്പോയല്ലേടാ പക്ഷെ ഞാൻ വേറെ ലോകത്താണ് പോയത് ഗൈസ്. അങ്ങനെ ഇവിടെ വെച്ച് അവനും ഇറങ്ങിപ്പോയി. അവൻ തന്നെ കളിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് നമ്മൾ റോബ്ലോക്സ് സ്ട്രീം ഇറങ്ങിപ്പോയി.